ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഒരു വിശുദ്ധ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്ന ഈ അനുഗ്രഹീത സമയത്ത് ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നതെന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെപ്പോലെ കുനിക്കുക, ഇരട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതാവുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപട ആയിരിക്കും. ഈ വേദഭാഗം ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു യഥാർത്ഥ നോമ്പിനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് നമുക്കിഷ്ടമുള്ള ഭക്ഷണം 40 ദിവസത്തേക്ക് ഒഴിവാക്കണം എന്നതല്ലേ? പക്ഷെ സത്യത്തിൽ നോമ്പ് അത് മാത്രമല്ല. അത് വെറും ഒരു ആചാരമോ ഭക്ഷണം കുറയ്ക്കലോ അല്ല. അതിനേക്കാൾ വളരെ ആഴമുള്ള ഒരു ആത്മീയ അനുഭവമാണ് നോമ്പ്. ഈ നോമ്പ് നോക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ശരിക്കും ലഭിക്കുന്നത്? ഈ നോമ്പുകാലം നമ്മൾ നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കാനുള്ള സമയമാണ്. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവണം? ദൈവമായുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ് എന്നൊക്കെ ആലോചിക്കാനുള്ള ഒരു അവസരമാണ് ഈ വിശുദ്ധ നോമ്പ്. യെശയ്യാവിന്റെ പുസ്തകം 58 അധ്യായം 3 വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ചോദിക്കുന്നു, ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ കാണാത്തതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുമ്പോൾ നീ ശ്രദ്ധിക്കാത്തതെന്ത്? ഇത് അവരുടെ മാത്രം ചോദ്യമല്ല, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണിത്. ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, എല്ലാ ആചാരങ്ങളും പാലിച്ചു, എങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഒരു മാറ്റം സംഭവിക്കുന്നില്ല? ഇങ്ങനെ നമുക്കും തോന്നാറില്ലേ? എന്നാൽ ദൈവം നമ്മോട് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസങ്ങളിലും തമ്മിൽ വഴക്കിടുന്നുണ്ട്, അനീതിയിൽ നടക്കുന്നു, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു, സഹായിക്കേണ്ടയിടത്ത് തിരിഞ്ഞു നോക്കുന്നതില്ല. ഇവിടെ ദൈവം നമ്മിൽ കുറ്റം ചുമത്തുന്നതല്ല, നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ അവസ്ഥ നമുക്ക് കാണിച്ചു തരികയാണ്. പുറമെ നമുക്കെല്ലാം ശരിയായിരിക്കാം, പക്ഷേ ഉള്ളിൽ മാറ്റമില്ലെങ്കിൽ നോമ്പിന്റെ അർത്ഥം നഷ്ടമാകും. അതിനാൽ നോമ്പ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതാകരുത്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആരംഭിക്കണം. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റം വരുത്തുന്ന ഒരു ആത്മീയ യാത്രയായിരിക്കണം ഈ നോമ്പ്. യെശയ്യാവ് 58:6 ദൈവം ഇപ്രകാരം വളരെ വ്യക്തമായി പറയുന്നു, അന്യായ ബന്ധനങ്ങളെ അഴിച്ചു കളയുന്നതാണ് എനിക്കിഷ്ടമുള്ള ഉപവാസം. അപ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കോപം, അസൂയ, അഹങ്കാരം, ക്ഷമിക്കാത്ത മനസ്സ്, ഞാനെന്ന ഭാവം, ഇവയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ബന്ധനങ്ങൾ. ഈ ബന്ധനങ്ങളെ അഴിച്ചു കളയുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കുന്ന ഉപവാസമാണ് ദൈവത്തിന് ഇഷ്ടമായത്. ഈ നോമ്പുകാലത്ത് നാം സ്വന്തം ഹൃദയത്തിലേക്കൊന്ന് നോക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറേണ്ടത് എവിടെയാണ്? അത് എനിക്ക് മാറ്റം വരുത്തേണ്ടത് എവിടെയാണ്? മറ്റുള്ളവരുടെ ഉള്ള എൻ്റെ സംസാരത്തിൽ
മൃദുത്വം കുറവാണോ? എൻ്റെ ചിന്തകൾ അശുദ്ധമാണോ? അതോ എൻ്റെ പെരുമാറ്റം മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതാണോ? അതോ അവർക്ക് ഭാരമാകുന്നതാണോ? ദൈവത്തോടുള്ള എൻ്റെ ബന്ധം അടുത്തതാണോ? അതോ ഞാൻ ദൈവത്തിൽ നിന്നും വളരെ അകലെയാണ്? ഇങ്ങനെ സത്യസന്ധമായി നമ്മൾ തന്നെ നമ്മോട് ചോദിക്കണം. നമ്മെ നാം തന്നെ പരിശോധിക്കണം. കാരണം നോമ്പെന്നത് ഒരു തിരിഞ്ഞു നടപ്പാണ്. സ്വന്തം തെറ്റുകൾ അംഗീകരിച്ച് അവ തിരുത്തി ദൈവത്തിന് പ്രസാദകരമായ വിധത്തിലുള്ള ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു ആത്മീയ തീരുമാനമാണ് നാം എടുക്കേണ്ടത്. അതുപോലെ തന്നെ യെശയ്യാവ് 58:7 ദൈവം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വിശപ്പുള്ളവർക്ക് അപ്പം പങ്കിടുക, കഷ്ടതയിലുള്ളവരെ സഹായിക്കുക, ദരിദ്രരെ വീട്ടിൽ സ്വീകരിക്കുക. ഇതുപോലുള്ള കരുണയുടെ പ്രവൃത്തികളാണ് ദൈവത്തിന് പ്രസാദകരമാകുന്നത്. ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് നോയമ്പിന്റെ യഥാർത്ഥ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇത് നോയമ്പുകാലത്ത് മാത്രം ചെയ്യേണ്ട കാര്യമല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു ആത്മീയ ശീലമാണിത്. നോയമ്പിന്റെ കാലം കഴിഞ്ഞാൽ കരുണയും അവസാനിക്കരുത്. നോമ്പ് രൂപാന്തരമാകുന്നത് ഭക്ഷണക്രമം മാറ്റുന്നത് കൊണ്ടല്ല, നമ്മുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ കൈകൾ മറ്റുള്ളവരെ സഹായിക്കാൻ നീളുമ്പോഴാണ്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസമാവുമ്പോൾ, അതുപോലെ നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് അനുഗ്രഹമാവുമ്പോൾ, അപ്പോഴാണ് നോമ്പ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുള്ളതായിത്തീരുന്നത്. യെശയ്യാവ് 58:8-9 വാക്യങ്ങളിൽ നാം കാണുന്നത് ഒരു അതിമനോഹരമായ വാഗ്ദാനമാണ്. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ ഉദിക്കും, നിന്റെ മുറിവുകൾ വേഗത്തിൽ സൗഖ്യം പ്രാപിക്കും, നീ വിളിക്കുമ്പോൾ യഹോവ ഉത്തരമരുളും. ഇത് വെറും ആശ്വാസ വാക്കുകളല്ല. നമ്മുടെ ഹൃദയത്തിൽ ശരിയായ മാറ്റം സംഭവിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഉറപ്പാണിത്. നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും മാറ്റമുണ്ടാവുമ്പോൾ നമ്മുടെ നിലവിളിക്ക് സ്വർഗത്തിൽ നിന്ന് മറുപടി ഉണ്ടാവും. ഇത് ദൈവം തരുന്ന ഉറപ്പാണ്. എന്നാൽ ഒരു സത്യം നാം സമ്മതിക്കണം. എല്ലാ വർഷവും നാം നോമ്പാചരിക്കുന്നു. പക്ഷെ നമ്മുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ശീലങ്ങളിലോ ഇടപാടുകളിലോ വലിയ മാറ്റമൊന്നും പലപ്പോഴും ഉണ്ടാകുന്നില്ല. കാരണം ആചാരങ്ങൾ പാലിക്കുന്നതിൽ മാത്രമാണ് നാം ശ്രദ്ധിക്കുന്നത്. സ്വാർത്ഥ മോഹങ്ങളെ ഉപേക്ഷിക്കാൻ, ദുശീലങ്ങളെ ത്യജിക്കാൻ, അഹങ്കാര സ്വഭാവത്തെ ക്രൂശിക്കാനോ നാം തയ്യാറാകുന്നില്ല. പുറമെ ഉപവാസമുണ്ടെങ്കിലും ഉള്ളിൽ പഴയ മനുഷ്യൻ തന്നെയാണ് തുടരുന്നത്. നമ്മുടെ ചെറിയ വിജയങ്ങളിലും ഭൗതിക നേട്ടങ്ങളിലും പൊങ്ങച്ചം പറയുന്ന സ്വഭാവം മാറുന്നില്ലെങ്കിൽ നോമ്പ് പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് ഈ വിശുദ്ധ നോമ്പുകാലത്ത് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും എന്ന ഉറച്ച തീരുമാനം നമുക്കെടുക്കാം. നമുക്ക് നോമ്പ് ഒരു ആചാരമല്ല, അത് ഒരു ആത്മീയ യാത്രയാണ്. ക്രൂശിലേക്കുള്ള യാത്ര, പുതിയ ജീവിതത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിലേക്കുള്ള യാത്ര. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതം പുതുക്കുന്നതിന് ഉള്ള അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ നോമ്പുകാലത്തിൽ പുറമേയുള്ള ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഈ നോമ്പ് ഞങ്ങളുടെ ഹൃദയത്തിലെ മാറ്റത്തിനിടയാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ സ്വാർത്ഥതയും അഹങ്കാരവും നീക്കിക്കളയണമേ. അനീതിക കെട്ടുകളെ അഴിപ്പാനുള്ള ധൈര്യം തരണമേ. കോപം വിട്ടുകളയുവാൻ ശക്തി തരണമേ. എല്ലാവരെയും സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള മനസ്സ് തരണമേ. പുറമെ മാത്രം നല്ലവരായി കാണപ്പെടാനല്ല, ഉള്ളിൽ സത്യമായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ വെളിച്ചം നിറയണമേ. നിന്നെ സന്തോഷിപ്പിക്കുന്ന ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.